നമസ്തേ, ഓം ശക്തി. ഹിന്ദു എന്ന ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ ഹിന്ദു എന്നാൽ അതൊരു മതമല്ല, അതൊരു ജീവിത ആചരണ പദ്ധതിയാണ്. വെറും ഒരു മതമായിട്ട് ചുരുങ്ങുന്നില്ല. മതം എന്ന് പറയുമ്പോൾ കുറച്ച് പേരുടെ മാത്രത്തിൽ ഒതുങ്ങുന്നതാണ്. ഹിന്ദു എന്നാൽ സനാതന സംസ്കാരത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ കാവൽക്കാരാണ് ഹിന്ദുക്കൾ. ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ജനിക്കുന്നത് സനാതന സംസ്കാരത്തിലാണ്, സനാതന ധർമ്മത്തിലാണ്. അതിനുശേഷം വിവിധ പദ്ധതികളിലൂടെ അവർ മറ്റുള്ള മതങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ ഹിന്ദു എന്നാൽ ഹിംസ അറിയാത്തവനാണ് ഹിന്ദു. വൃദ്ധസ്മൃതി പ്രകാരം ഹിംസയാ ദൂയതേയാശ്ച സദാചാരേഷു തത്പര വേദ ഗോ പ്രതിമാസേവി സ ഹിന്ദുമുഖ ശബ്ദഭാഗ്. അതായത് ഹിംസ ചെയ്യാൻ അറിയാത്തവൻ അവനാരോ അവൻ ഹിന്ദു. സദാചാരേഷു തത്പര, സദാചാരത്തിൽ എപ്പോഴും തത്പരരായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ സംസാരം മുതൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതൽ എല്ലാം, നമ്മുടെ കർമ്മങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകൾ, ഇതെല്ലാം സദാചാരത്തിൻ്റെ ഭാഗമാണ്. അതിൽ തത്പരരായിരിക്കും. പിന്നെ വേദ ഗോ പ്രതിമാസേവി, വേദത്തെയും, ഗോ എന്ന് വെച്ചാൽ പശു, അതുപോലെ തന്നെ വേദം എന്നും അർത്ഥമുണ്ട്, ഭൂമി എന്നും അർത്ഥമുണ്ട്, പ്രകൃതി, ഇതെല്ലാം അർത്ഥം വരും ഗോ എന്നതിന്. അതിനെയെല്ലാം സേവിക്കുവാനുള്ള ഇച്ഛയുള്ളവനാരോ അവനാണ് ഹിന്ദു. ആ ഹിന്ദു എന്ന ശബ്ദത്തിന് പാത്രമായിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്വഭാവവും സദാചാരവും ഒക്കെ ഉള്ളവരാണ് എന്നാണ് ഹിന്ദു എന്ന പദത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം.